ഹലോ ഗേസ്, മൂന്നാറിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം രാവിലെയാണ്. അങ്ങനെ നമ്മൾ റെഡി ആയതിന് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളൊരു ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നമ്മളൊരു 10-18ഓളം പേരുള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ ടെറസിൽ ഇതുപോലെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. എന്നിട്ടും സ്ഥലം തികയാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നിന്നാണ് കഴിച്ചു. കാരണം വിശപ്പിന് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് തന്നെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയറുമ്പോൾ നമുക്കും ഒരു പിടുത്തമില്ല അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. കാരണം കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണോ അത് ഇങ്ങോട്ട് പോകണോ എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അല്ല, പറയാൻ വിട്ട്, ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട കേട്ടോ. എനിക്കൊന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് മൂന്നാറിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടും. ഇത്രയും 2 ദിവസമായിട്ട് മൂന്നാറിൽ തേയിലത്തോട്ടം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിനിടയിൽ ചെന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിന് വലിയ സങ്കടത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ കുറേ പേര് ഇറങ്ങി എടുക്കുന്ന ഒരു എന്തോ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ് സംഭവം. അങ്ങനെ നമുക്ക് 2 ഫോട്ടോ എടുക്കാൻ പറ്റി. പക്ഷേ നല്ലൊരു ടേണിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറേ പേര് വണ്ടി നിർത്തിയിട്ടുള്ളതുകൊണ്ടും നമുക്കിവിടെ ഒത്തിരി നേരം സമയം ചിലവഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് തേയിലത്തോട്ടത്തിന് ഇടയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേങ്കിൽ അവിടെയൊക്കെ കമ്പിവേലി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ അവിടെയുള്ള നാട്ടുകാർ മൊത്തത്തോടെ പിന്നാലെ ഇറങ്ങി അവിടെ ആകെ ഒരു പ്രശ്നമെന്നുള്ളതുകൊണ്ട് നുഴഞ്ഞൊന്നും ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. കിട്ടിയ 2 ഫോട്ടോയിൽ അത്രയൊന്നും സംതൃപ്തി ഇല്ലെങ്കിലും ഉള്ള നാട്ടേന്ന് വിചാരിച്ച് പിന്നെ വണ്ടിയിൽ കയറി. പിന്നെയുള്ള യാത്രയിലൊക്കെ ഇങ്ങനെ ഒരു കോടമഞ്ഞ് പോലത്തെ ഒരു ക്ലൈമറ്റും തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ എന്തോ രസം കണ്ടിരിക്കാനായിട്ട് കേട്ടോ. വഴിയിലൊക്കെ ആൾക്കാർ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിട്ട് ആഗ്രഹിച്ചിട്ട്. നമ്മൾ സാധാരണ പോകണ പോലെ ബൈക്ക് ട്രിപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട, റോഡ്സിന് സൈഡിൽ ഇറക്കിയിട്ട് എന്തെങ്കിലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയാണ്. ഇപ്പോൾ വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ സൈഡിലൊക്കെ നിർത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണിയല്ലേ. അങ്ങനെയുള്ളതിനെ കണ്ട് ഞാനാണെങ്കിൽ വെള്ളം ഇറക്കി തന്നെ ഇരിക്കുന്നതെന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ സൈഡിൽ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വിൽക്കുകയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും വാങ്ങുക എന്നുള്ളതൊരു ചടങ്ങ് പോലെയാണല്ലോ. അങ്ങനെ എല്ലാവരും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വാങ്ങാൻ ഇറങ്ങി. ഞാൻ പിന്നെ വാങ്ങുന്ന കൂട്ടത്തിലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ കണ്ണ് അപ്പോഴും തേയിലത്തോട്ടം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പുറകിലോട്ട് നോക്കിയപ്പോൾ ഇതുപോലൊരു സ്ഥലം കണ്ടു കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കി അതിൻ്റെ സൈഡിൽ കൂടെ ഏതായാലും താഴേക്ക് ഇറങ്ങി ചെന്ന് എല്ലാവരും വാങ്ങുന്ന ഗ്യാപ്പിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ 2 ഫോട്ടോയും വീഡിയോയും കൂടെ കിട്ടുകയാണെങ്കിൽ അത്രേ ആയല്ലോ. ആ കൊതി അങ്ങ് തീരട്ടെ എന്ന് കരുതി ഓടിപ്പോയിട്ട് 2 ഫോട്ടോയും ചെറിയൊരു വീഡിയോ ക്ലിപ്സും എടുത്തിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങ് സംതൃപ്തിയായി. ഇത്രയും നേരം കടിച്ചു പിടിച്ചെന്ന് എൻ്റെ സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി. മൂന്നാർ എന്ന പേര് കേൾക്കുന്നതിന് ആദ്യം തന്നെ തേയിലത്തോട്ടമാണല്ലോ മനസ്സിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫോട്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ട്രിപ്പാണ്. അങ്ങനെ ആ സങ്കടം തന്നെ മാറിയിട്ടോ. പിന്നെ നമ്മുടെ യാത്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ ചോക്ലേറ്റും സ്പൈസസൊക്കെ വിൽക്കുന്ന കടകളും പിന്നെ അല്ലാതെ ഷേക്കും പിന്നെ കോഫിയൊക്കെ കുടിക്കുന്ന കടകളൊക്കെ ധാരാളം ഉണ്ട്. അങ്ങനെ നമ്മൾ സ്പൈസസ് എന്നുള്ള ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടെ മേഡം ചെറിയ കട്ടെടുത്തോട്ടെ. ഈ പട്ട വെച്ച് നോക്കിയിട്ട് ഇത് മേടിക്കണോ പറ്റില്ല കേട്ടോ. പട്ട ധാരാളം സ്പൈസസും ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ചായപ്പൊടിയും കാര്യങ്ങളും പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അതിനനുസരിച്ച് കുറച്ചും കൂടെ റേറ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. സംഭവം എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെ നമ്മളിത് ഒത്തിരി വാങ്ങിച്ചുകൊണ്ടിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങാൻ നിന്നില്ല. നമ്മൾ മെയിനായിട്ടും കുറച്ച് ചോക്ലേറ്റും പിന്നെ ഗ്രീൻ ടീയും ചായപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങിച്ച് പിന്നെ അതിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയോ കുറച്ച് നേരം അവിടെ അങ്ങനെ ചിലവഴിച്ചു.
ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നിട്ട് ധാരാളം ഷോപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ ഒരു പോയിന്റിൽ കുറേ പേര് വന്നിറങ്ങുന്നതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു ഏലക്ക തോട്ടമാണ് കേട്ടോ ഇത്. ഞങ്ങൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടി പുറകിൽ ചെന്നപ്പോഴാണ് ഇതുപോലെ 2 പട്ടിക്കൂട്ടിൽ 2 വലിയ പട്ടികളൊക്കെ കണ്ടിട്ട് നല്ല സൈലൻ്റായിട്ട് അവരവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ പിന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ്. നമ്മൾ ഇനി തീരുമാനിച്ചിട്ടുള്ളത് കോതമംഗലത്തേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ വഴിയിൽ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് കണ്ടു. അങ്ങോട്ട് പോകുന്ന നേരത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. വേനൽക്കാലം ആണെങ്കിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരിക്കും, നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് 7 തട്ടിലായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നവരൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. നമ്മൾ അതിന് ശേഷം നേരെ വണ്ടിയിലോട്ട് കയറാൻ പോകുന്നുണ്ട്. നല്ല വെയിൽ വരുന്നുണ്ട്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ റോഡ് പണിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് മഴയൊക്കെ കൊണ്ട് നമുക്ക് വരുന്ന വഴിയിലൊക്കെ നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നുള്ളത് കേട്ടോ. അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ ഇവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂടെ താഴേക്ക് കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. ബോർഡ് വെച്ചത് വെറും നോക്കൂത്തേന് പോലെ ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ യാത്ര പിന്നെയും മുന്നോട്ട് പോകണം. ഇനി അടുത്തതായിട്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇനി എങ്ങോട്ടും ഉള്ളൂ എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ കോതമംഗലമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുന്തിരിത്തോപ്പ് കള്ളുഷാപ്പ് എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പിൽ കയറിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഊണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കള്ളുഷാപ്പിലൊക്കെ ഊണിന് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇലയിലാണ് കേട്ടോ ഊണ് വിളമ്പുന്നത്. അങ്ങനെ ആദ്യം ഇല വന്നു, പിന്നെ ചോറ് വന്നു, ചമ്മന്തി വന്നു, അവിയൽ വന്നു, അച്ചാർ വന്നു, പപ്പടം വന്നു, പിന്നെ നമ്മൾ മീൻ വറുത്തതും മീൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഉച്ചയൂണ് അവിടെ നിന്ന് അങ്ങ് കൂട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കോതമംഗലത്തുള്ള പൂയംകുട്ടി എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ പ്രധാനപ്പെട്ട ഫോറസ്റ്റും ആ പാലവും കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ എത്താറായപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലത്തെ ഒരു പ്രദേശമാണ്. അവിടെ എത്തിയ സമയമായപ്പോഴേക്കും ഭയങ്കര മഴയായി പോയിട്ട് നമുക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല, തിരിച്ചു പോരാന്നുള്ളൊരിത് കേട്ടോ. അപ്പോൾ ആ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള പാലവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലേസ് ആയിരുന്നു എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ മഴയായതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വൈകുന്നേരം ഈ ഒരു സ്പോട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ടില്ല, നല്ല വെയിലാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമായിട്ടാണ് കേട്ടോ മഴ പെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരോ വീട്ടിലൊക്കെ കൊണ്ടാക്കി ലാസ്റ്റ് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മുടെ 2 ദിവസം മൂന്നാർ ട്രിപ്പ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞെന്ന് പറയാം. കാരണം നമ്മൾ മെയിൻ അവധികൾ നോക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് പ്രധാനപ്പെട്ട നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും പോകാൻ കഴിഞ്ഞില്ല. എന്നാലും എങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ട്രിപ്പ് ഒരു ഭംഗിയായിട്ട് അങ്ങ് അവസാനിച്ചു. പിന്നെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വെളിയിൽ നിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചത്. അന്ന് ദിവസം നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി മടിയൊക്കെ ആണല്ലോ. ഷവർമ, ചിക്കൻ ഫ്രൈ, അൽഫാം തുടങ്ങിയ ഐറ്റംസൊക്കെ കൂട്ടി അങ്ങ് ഭക്ഷണം കഴിച്ചു. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.